നമസ്കാരം, ലോകജാലകത്തിലേക്ക് സ്വാഗതം. ആഘോഷങ്ങളുടെ പെരുമയുമായി വീണ്ടും ബ്രസീൽ. സാമ്പ നൃത്തച്ചുവടുകളുമായി വിഖ്യാതമായ റിയോ കാർണിവൽ പൊടിപൊടിക്കുന്നു. ബ്രസീലിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന ആഘോഷപൂരം ഒരാഴ്ച നീളുന്നതാണ്. ബ്രസീലിലെ ലോകപ്രശസ്തമായ കാർണിവൽ ആരംഭിച്ചു. ലൈംഗികതയും സുരക്ഷയും ആശങ്ക സൃഷ്ടിച്ച പശ്ചാത്തലത്തിലാണ് ഇപ്രാവശ്യത്തെ കാർണിവൽ. വിലക്കുകളില്ലാത്ത ലൈംഗികതയും കുടിച്ചു മതിച്ച് കൂത്താടുന്നതും പതിവായ കാർണിവൽ വൻ ജനശ്രദ്ധ പിടിച്ചുപറ്റാറുണ്ട്. ബ്രസീലിലെ റിയോ ഡി ജനീറോയാണ് കാർണിവലിന്റെ പ്രധാന കേന്ദ്രം. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന കാർണിവലായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. 7 ലക്ഷത്തിലധികം ആൾക്കാരാണ് കാർണിവലിൽ പങ്കെടുക്കുന്നത്. ഇതിൽ 2,10,000 വിദേശികളുമുണ്ട്. തെരുവുകളിൽ ഡ്രമ്മുകളുടെയും മറ്റും താളത്തിനൊത്ത് പൂർണ്ണ നഗ്നരായ സുന്ദരിമാർ നൃത്തം ചെയ്യുന്നതും ജനങ്ങൾ കുടിച്ചു കൂത്താടുന്നതും കാർണിവലിന്റെ പ്രത്യേകതകളാണ്. ഞായർ തിങ്കൾ ദിനങ്ങളിൽ രാത്രി സാമ്പ സ്കൂളുകളുടെ പരേഡുകളാണ് മുഖ്യം. കാർണിവലിന്റെ ചെറുരൂപങ്ങൾ സാൽവഡോർ, റെസിഫെ എന്നീ നഗരങ്ങളിലും രാജ്യത്തെ മറ്റ് ചെറു പട്ടണങ്ങളിലും ഉണ്ടാകും. ഈസ്റ്ററിന് മുന്നോടിയായുള്ള ഒരു മാസ വ്രതക്കാലത്തിന് തൊട്ടു മുൻപുള്ള ഫെബ്രുവരിയിലാണ് സാധാരണ കാർണിവൽ ആഘോഷം വരാറുള്ളത്. നൂറ്റാണ്ടുകളായി കാർണിവൽ ആഘോഷങ്ങൾ നടക്കാറുണ്ട്. മാംസാഹാരവും മദ്യവും നിഷിദ്ധമായ വിശുദ്ധ വ്രതക്കാലത്തിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുൻപ് അന്യ സംസ്കാരങ്ങളിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് മതം മാറിയ ഗോത്രവർഗ്ഗക്കാരായിരുന്നു കാർണിവൽ ആഘോഷിച്ചിരുന്നത്. ടൂറിസം ഒരാഗോള വ്യാപാരമായി മാറിയ ശേഷമാണ് മറ്റു വിഭാഗങ്ങൾ ഇതിൽ പങ്കെടുക്കുകയും കാർണിവൽ ഒരു പൊതു ഉത്സവമായി മാറുകയും ചെയ്തത്. 1492 ക്രിസ്റ്റഫർ കൊളംബസ് സ്പെയിനിൽ നിന്ന് പടിഞ്ഞാറോട്ട് കടലിൽ യാത്ര ചെയ്ത് വെസ്റ്റ് ഇൻഡീസ് ദ്വീപസമൂഹങ്ങളിൽ എത്തുകയും ആ ഭൂഭാഗം ഇന്ത്യയാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തു. സ്പെയിനിലെ റാണിയുടെ നേട്ടത്തിൽ അസൂയപ്പെട്ട പോർച്ചുഗീസ് രാജാവ് സമാനമായ ഒരു സാഹസിക യാത്രയ്ക്ക് കബ്രാൾ എന്ന മുതിർന്ന നാവികനെ നിയോഗിച്ചു. അദ്ദേഹം ചെന്നെത്തിയത് ബ്രസീലിലായിരുന്നു. ആദിവാസി ഗോത്രങ്ങളുടെ നാടായിരുന്നു ബ്രസീൽ. പോർച്ചുഗീസ് കോളനി ആയ ശേഷം അവിടേക്ക് അടിമപ്പണിക്കാരായി അങ്കോള, മൊസാംബിക് എന്നിവിടങ്ങളിൽ നിന്നുള്ള കറുത്ത വർഗ്ഗക്കാരും എത്തി. സംഗീതത്തിലും നൃത്തത്തിലും കമ്പക്കാരായ ഈ 3 സംസ്കാരങ്ങളുടെയും സങ്കര ഉൽപ്പന്നമായാണ് ബ്രസീലിൽ ഇന്നത്തെ രീതിയിലുള്ള കാർണവാൽ അഥവാ കാർണിവൽ ഉണ്ടായത്. റിയോ ഡി ജനീറോ നഗരത്തിലെ നൃത്തവിദ്യാലയങ്ങൾ ഈ തെരുവ് നൃത്തങ്ങളിൽ നിന്ന് കൂടുതൽ സ്ഥായിയായ നിയമങ്ങളും ചിട്ടകളുമുള്ള സാമ്പ നൃത്തം രൂപീകരിച്ചെടുത്തു. 1917 മുതൽ 16 വർഷങ്ങൾക്കകം സാമ്പ ലോകമെമ്പാടും തിരിച്ചറിയപ്പെടുന്ന ഒരു നൃത്തരൂപമായി. സ്പെയിനിലും മറ്റ് പല യൂറോപ്യൻ ഭാഗങ്ങളിലും കാർണിവൽ ആഘോഷിക്കാറുണ്ട്. മിക്കവയും മറ്റ് പേരുകളിലുള്ള സ്ഥാനിക മേളകളായി മാറിക്കഴിഞ്ഞു. ബ്രസീലിന്റെ പ്രതീകങ്ങളായി സാമ്പയും കാർണിവലും മാറിയപ്പോൾ ഇന്ത്യയിലെ ഗോവയിലും ഇതൊരു വേനൽ ഉത്സവമായി മാറി. ഇന്നത്തെ ലോകജാലകം ഇവിടെ സമാപിക്കുന്നു. വീണ്ടും കാണുന്നതുവരെ നമസ്കാരം.